ഹായ് ഹലോ. കുഞ്ചു ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു കൂട് ബിസ്ക്കറ്റ് എടുത്തോണ്ടാണ് വന്നത്. എന്തിനാ? താറാവിന് കൊടുക്കാൻ വേണ്ടിട്ട്. ഈ മല കയറി വന്നപ്പോ തന്നെ മനുഷ്യന്റെ പത വന്ന്. ഹായ്, എല്ലാരും ഇറങ്ങി നിക്കറാണ്ടട്ടെ. വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ജർമ്മനിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് കാണാനാണ്. ഒരു പീകോക്ക് ബ്ലൂ പോലെയൊക്കെ തോന്നുന്നില്ലേ? നമ്മൾ ആ വക പരിപാടിക്കൊന്നും പോകാറില്ല. അത് അമ്മാവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടി ഒന്ന് വാങ്ങിച്ചോണ്ട്. വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഹായ് ഹലോ. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ വീട് എന്ന് പറയുന്നത് ന്യൂറംബർഗിൽ നിന്ന് 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത് ജർമ്മനിയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് കാണാനാണ്. ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ടുള്ള സൂക്സ്പിറ്റ്സിന്റെ താഴെയാണ് ഈ ലേക്ക് വരുന്നത്. അതിന്റെ പേര് ഐപ്സി. അപ്പൊ നമുക്ക് ഇപ്പൊ മഞ്ഞുമല കാണണ്ടല്ലോ അല്ലെ? ആ സൂക്സ്പിറ്റ്സിൽ പോവാൻ ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള സമയത്ത് പോകുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മൾ സൂക്സ്പിറ്റ്സിന്റെ മേളിൽ പോകുന്നില്ല, പക്ഷെ ആ സൂപ്പർ ലേക്ക് കാണാനാണ് നമ്മൾ പോകുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ആ ലേക്കിന്റെ. ഇന്ന് അവിടെ പോകുമ്പോൾ അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അവിടേക്ക് പോയാലോ? So welcome to Ipsy and welcome back to Miles and Memories by Dhanya. ഞങ്ങൾ അങ്ങനെ ഐപ്സിയിലെത്തി. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ 4 ദിവസത്തെ അവധി കാരണം പിള്ളേർക്കൊക്കെ അവധിയാണ്. അപ്പം എല്ലാവരും ട്രിപ്പിനായിട്ട് ഇറങ്ങിയേക്കാം. കാർ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് ലവ് ഇട്ട് ദൂരെ കാർ പാർക്കിംഗ് കിട്ടിയത്. അപ്പം അത് കാരണം നടക്കേണ്ടി വന്നു. ഞങ്ങളൊരു ഊടുവഴി കണ്ടുപിടിച്ചൊരു കാടിൻ്റെ അകത്തേക്കൂടെ നടന്നുകൊണ്ടിരിക്കാം. അപ്പം ഇവിടെ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല സ്നോ ആയിരുന്നു തോന്നുന്നു. അപ്പം അവർ ഈ നടക്കാനുള്ള സ്ഥലം ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. അത് കാരണം നമുക്കിതൊക്കെ മുന്തി കൊണ്ടുപോവാം. പക്ഷെ 2 സൈഡ് നോക്കിയേ, നല്ല സ്നോയാ. എന്തോ അരമണിക്കൂറാണ് നടക്കാൻ കാണിക്കുന്നത്. ഈ മല കയറി വന്നപ്പോ തന്നെ മനുഷ്യന്റെ പത വന്ന്. ഇനിയുണ്ട് മല കയറാനായിട്ട്. എന്റെ ദൈവമേ, പോണ്ടേ ദേവരുടെ പഞ്ചത്തിരുന്ന്. ഇവിടെ ഇത്രയൊക്കെ നടന്ന് ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അത് കാരണം പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം ഇങ്ങനെ മഞ്ഞ് കിടക്കണോണ്ട് വെയിലടിക്കണമെങ്കിലും ചൂടിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അത്ര ഫീൽ ചെയ്യില്ല. ഈ കയറ്റം കയറി വരുമ്പോൾ ആ ഒരു കിതപ്പും കാര്യങ്ങളും അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സുഖമാണ് നടന്നു പോകണമെങ്കിൽ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ട്രക്കിങ്ങിനാണ് വരുന്നത്. കൊച്ചിനെ ഉന്തി ഇതിൻ്റെ പുറകെ കൂടെ വരിക എന്ന് പറയുന്നത് ഒരു ബിഗ് ടാസ്ക്കാണ്. ഞാൻ അവശതയായതുകൊണ്ട് കൈമാറിയതാണ്. കൈമാറി തലയിലേക്ക് കയറി. എനിക്കിത് ഓൾറെഡി ഒരു വണ്ടി നിറച്ച സാധനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഉള്ളൂ. 5 മിനിറ്റ് കയറാനുള്ളൊരു താടി പോലെ എനിക്കില്ല. അറ്റ് ലാസ്റ്റ് നമ്മളിലേക്ക് എത്തി തോന്നണടാ. ഞാൻ താറാവിന് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹായ് ഹായ് പറ. ഹായ്. ലേക്കിൻ്റെ ഒരു അറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാണുന്ന സ്ഥലം കണ്ടല്ലേ, അവിടെയായിരുന്നു പാർക്കിംഗ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ നല്ല തിരക്ക് കാരണം ഇല്ല. വലിയ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെയാണ്. പക്ഷെ ഇത്തവണ എന്താണെന്നല്ലോ ഭയങ്കര തിരക്കാണ്. ഈ 4 ദിവസത്തെ അവധിയുടെ തന്നെയാണെന്ന് തോന്നണേ. അത് കാരണം ഒരു പാർക്കിംഗ് പോലും കിട്ടാനില്ല. ഒരുപാട് നടക്കേണ്ടി വന്നു ഇത്തവണ. സൂക്സ്പിറ്റ്സാണ് ആ കാണുന്നത്. മേളിൽ റോപ്പ് വേ പോകണണ്ട. മേളിലേക്ക് നോക്ക്. നമ്മളവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. അന്ന് നമ്മൾ വന്നപ്പോൾ ഫുൾ സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചുവിൻ്റെ അവിടെ ചെന്നപാടെ കുഞ്ഞു താഴേക്കാണ് എന്ന് പറഞ്ഞ് കരച്ചിലായില്ലേ? ഓർക്കണ്ട. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 40 മിനിറ്റായി. നടന്ന് അവശതയായി.
എന്നാലും സാരമില്ല, ഇവിടെ വരെ വന്നിട്ട് പോളൂ എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാലേ അത് കാണിച്ചു തരാം. 40 മിനിറ്റ് എടുത്തു നടന്നിവിടെ എത്താനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, അതാണ് ഇവിടെ കാണാൻ പറ്റണത്. സുക്സ്പിറ്റ്സ് ആണ് ദേ അങ്ങ് മേലെ, ജർമ്മനിയിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ ആണ് ആ കാണുന്നത് കേട്ടോ. ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പ് വന്ന സമയം ഫുൾ സ്നോ ആയിരുന്നു. ഇപ്പോൾ മലയുടെ മേളിൽ മാത്രമേ സ്നോ ഉള്ളൂ, താഴെ സ്നോ ഉണ്ട്. എന്നാലും നമുക്ക് ഇറങ്ങി നടക്കാം. നല്ല വെയിലുള്ളതുകൊണ്ട് നല്ലൊരു സുഖമാണ്. ഈ കളറ് കണ്ടോ വെള്ളത്തിൻ്റെ, അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ് ഈ കളർ എന്ന് പറയണത്. ഒരു പീകോക്ക് ബ്ലൂ പോലെയൊക്കെ തോന്നണില്ലേ? എല്ലാവരും ഇറങ്ങി നിൽക്കറാണ്ടട്ടെ. വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഷൂവും സോക്സും ഊരിക്കഴിഞ്ഞ് പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കിടക്കാൻ അതിലും വലിയ പണിയാണ്. നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്, നല്ല തണുപ്പായിരിക്കും ഇത്രയും വെയിലുണ്ടെങ്കിലും. ഇവിടെ ഈ കാടിന് ചുറ്റും കുറേ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ട്രക്കിംഗ് ആണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് മുഴുവനും കാണാറുണ്ട്. നല്ലോണം പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ട്രക്ക് ചെയ്യും ഇവിടെ. കോയിലൊക്കെ കുത്തി കുത്തി പോണതാണ്. നമ്മൾ ആ വക പരിപാടിക്കൊന്നും പോകാറില്ല. നേരെ പോയി കയറുന്ന പാലം കയറി ഇവിടെ വന്നു, നമ്മളത് തന്നെ തിരിച്ചു പോവാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ സൂക്സ്പിറ്റ്സ് അതും കൂടി ഉൾപ്പെടുത്തിയായിരുന്നു പോയിരുന്നത്. സൂക്സ്പിറ്റ്സും കവർ ചെയ്തിരുന്നു, ഐപ്സിയും കവർ ചെയ്തിരുന്നു. സൂക്സ്പിറ്റ്സ് ഞങ്ങൾ പോയത് ഫസ്റ്റ് ഒരു ട്രെയിൻ എടുത്ത് മേളിലേക്ക് ചെന്ന് ഒരു സ്പോട്ട് എത്തി കഴിയുമ്പോൾ അവർ നമ്മളെ ഇറക്കും. ഒരു 5 മിനിറ്റ് അവിടെ നമുക്കൊരു സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം തരുള്ളൂ. അവിടെ നിന്ന് ഐപ്സി കാണാൻ പറ്റും നമുക്ക്. അത് വളരെ രസമാണ് കേട്ടോ കാണാൻ. മേളിൽ നിന്നുള്ള വ്യൂ നല്ല രസമാണ്. അവിടെ നിന്ന് വീണ്ടും ട്രെയിനിൽ നമ്മൾ മേളിലേക്ക് പോകും, ഒരു സ്ഥലത്ത് ഇറക്കും. സമ്മിറ്റിലേക്ക് പോണത് റോപ്പ് വേ വഴിയാണ്. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും വന്നതും സുക്സ്പിറ്റ്സ് കവർ ചെയ്തിട്ടാണ് ഐപ്സി വരാറ്. നമ്മൾ ഇന്നിപ്പോൾ അങ്ങനെ സുക്സ്പിറ്റ്സിലേക്ക് പോണില്ല. ഇവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാനാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. കുഞ്ചു ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു കൂട് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ടാണ് വന്നത്. എന്തിനാ? താറാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ അവള് ലേക്കിൽ ഇറങ്ങി താറാവിന് ഒരു ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ കൊടുക്കാമോന്നൊന്നും അറിയില്ല, പക്ഷെ എല്ലാവരും കൊടുക്കണ കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആ ഓർമ്മയിൽ കുഞ്ചു ഇത്തവണ ബിസ്ക്കറ്റൊക്കെ ആയിട്ടാണ് പോയത് കൊടുക്കാനായിട്ട്. താറാവ് എവിടെ പോയി? താറാവ് കാണാനും ഇല്ല. എവിടെ താറാവ്? കുറേ നേരം നിന്നു താറാവിനെ നോക്കി, പക്ഷെ ഒരെണ്ണം അടുത്തേക്ക് എടുക്കണ്ടായില്ല. പിന്നെ അവള് തന്നെ നടന്ന് 2 കണ്ടുപിടിച്ച് അവസാനം അതുങ്ങൾക്ക് ബിസ്ക്കറ്റും കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നുള്ളൂ. താറാവ് എവിടെ? ഇവിടെ ഇട്ട് കൊടുക്കടി വേണേ. ഇട്ട് കൊടുക്കൂ. മാധുവിന്റെ കയ്യിൽ ഞാനൊരു ബിസ്ക്കറ്റ് കൊടുത്തു താറാവിനെ കൊടുക്കാനായിട്ട്. മാധു ആണെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്തു. അപ്പൊ ആ താറാവ് ഇങ്ങനെ വന്ന് അത് അമ്മാവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടി ഒന്ന് വാങ്ങിച്ചുകൊണ്ട് അവളങ്ങനെ പേടിച്ചു. പിന്നെ സത്യമായിട്ടും അവള് ഭയങ്കര പേടിച്ചു. ഞാനതിന് വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുത്തുള്ളൂ കേട്ടോ. ഭയങ്കര അടുത്തായിരുന്നു നിന്ന്. ഞങ്ങൾ ഐപ്സിയൊക്കെ കണ്ട് എല്ലാം കണ്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും തിരിച്ചുള്ളൊരു 40 മിനിറ്റുള്ള നടത്തം. അപ്പം ഇന്നത്തെ കാഴ്ചകളെല്ലാം ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ.